സംസ്ഥാനത്ത് മഴ ഇന്ന് മുതൽ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. കേരള തീരത്തുണ്ടായ ന്യൂനമർദ്ദം പാതിയുടെയും ഗുജറാത്തിനും മുകളിലുണ്ടായിരുന്ന ചക്രവാത ചുഴിയുടെയും സ്വാധീനം കുറഞ്ഞതോടെയാണ് മഴ കുറയുന്നത്. അതേസമയം ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുന്നു. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 12-കാരന്റെ നില ഗുരുതരമായി തുടരുന്നു. കുട്ടി സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി മേഘ്ന മുരളി ചെയ്യുന്നുണ്ട്. മേഘ്ന, ഇന്നലെയാണ് ഒരു 12 വയസ്സുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ട് നില ഇപ്പോൾ ഗുരുതരമായിട്ട് തുടരുകയാണ്. എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? വിശദാംശങ്ങൾ. ആതിര, ഇന്നലെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ കുട്ടി ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഇന്നലെ ഉണ്ടായിരുന്ന കുട്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതിയിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് മെഡിക്കൽ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. ഒരു പ്രത്യേക ഡോക്ടർമാരുടെ സംഘം തന്നെ കുട്ടിയെ ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് ഒരു മാറ്റം, ആരോഗ്യസ്ഥിതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഇല്ല എന്നുള്ളത് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ 6 ദിവസമായി കുട്ടി രോഗലക്ഷണങ്ങൾ, പനിയും ഛർദിയും അടക്കം ഉണ്ടായതുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ പനിയും ഛർദിയും ഒക്കെ തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഒരു രോഗലക്ഷണമായി കാണുന്നതും. ശേഷം കുട്ടിക്ക് ഇന്നലെ ആയിരുന്നു ലാബിലെ ഒരു പരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടിയായിരുന്നു ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നത്. ഇതിൽ മറ്റ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഇതിൽ പ്രധാനമായും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച 2 അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 2 കുട്ടികളും മരണമടഞ്ഞിരുന്നു. മാത്രമല്ല മരണസാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ കുട്ടികളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കുട്ടിക്ക് ആരോഗ്യസ്ഥിതിയിൽ ഒരു മാറ്റവുമില്ലാതെ ഗുരുതരമായി തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഈ പൊതുകുളത്തിൽ കുളിച്ചത് മൂലമാണ് ഈ കുട്ടിക്ക് ഈ രോഗം പിടിപെട്ടത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലും ഈ പൊതുകുളവും ഒക്കെ ക്ലോറിനേഷൻ ചെയ്തുകൊണ്ടും മറ്റ് ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യ വകുപ്പ് എടുത്തിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം, അതായത് ഈ പൊതുകുളം അടക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മറ്റ് ജാഗ്രതാ നിർദ്ദേശവും അങ്ങനെയുള്ള ഒരു പൊതുകുളത്തിൽ കുളിക്കുന്നതൊക്കെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ നിരോധിച്ചിട്ടുണ്ട്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 12-കാരന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കുട്ടി സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ്.